തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ ചർച്ചയിൽ പൊട്ടിപാറുന്നു എന്നുള്ളതാണ് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പി. നേതൃയോഗത്തിൽ ശോഭാ സുരേന്ദ്രനെ ശാസിച്ചുവെന്നായിരുന്നു രാവിലെ വന്ന വാർത്ത. എന്നാൽ ആ വാർത്ത നിഷേധിച്ചുകൊണ്ട് പ്രഭാരി പ്രകാശ് ജാവദേക്കർ രംഗത്ത് വന്നിരിക്കുകയാണിപ്പോൾ. യോഗത്തിൽ താൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. താൻ ആരെയും ശാസിച്ചിട്ടില്ല എന്നും ജാവദേക്കർ വ്യക്തമാക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. I don't know. I don't regard. You are giving importance like Pinarayi Vijayan saying something or something Sudhakaran saying, Sadishan saying, and somebody else saying. You are giving equal thing. Weightage I don't. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് അൽ അമീനിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് അൽ അമീൻ. ബി.ജെ.പി. നേതൃയോഗത്തിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം പുറത്തു വന്ന വാർത്തയൊക്കെ ഇപ്പോൾ ജാവദേക്കർ തള്ളി പറയുകയാണ്. ആലപ്പുഴയിൽ ആറ്റിങ്ങലിനേക്കാൾ വോട്ട് കൂടുമോ അതോ വോട്ട് കുറയ്ക്കാൻ ആരെങ്കിലും ശ്രമിച്ചോ, അങ്ങനെ പല ചർച്ചകൾ അവിടെ നടന്നോ? എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ? അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചകളാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിവരങ്ങൾ നൽകിയത് അതിനകത്തിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ തന്നെയാണ്. പക്ഷേ പരസ്യമായി അത് അംഗീകരിക്കാൻ നേതൃത്വത്തിനാവുകയുമില്ല. ഏതായാലും രാവിലെ ചേർന്ന നേതൃയോഗത്തിൽ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയായിരുന്നു പ്രധാന അജണ്ട. പക്ഷേ ഇ.പി. ജയരാജനുമായി നടത്തിയ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ശോഭാ സുരേന്ദ്രൻ്റെ തുറന്നു പറച്ചിലിൽ അതൃപ്തി അത് പ്രകാശ് ജാവദേക്കർ നേരിട്ട് തന്നെ പ്രകടിപ്പിക്കുകയായിരുന്നു. ദേശീയ നേതൃത്വം, ബി.ജെ.പി. ദേശീയ നേതൃത്വം പ്രതിപക്ഷ പാർട്ടികളിലെ പല നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്താറുണ്ട്. അങ്ങനെയാണ് പല ആളുകളും പാർട്ടിയിലേക്ക് വരുന്നതും. പക്ഷേ അത് തുറന്നു പറഞ്ഞ് പരസ്യമായി പറഞ്ഞു നടക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ശോഭാ സുരേന്ദ്രൻ ചെയ്തത് തെറ്റാണ് എന്നുകൂടി ജാവദേക്കർ പറയുകയും ചെയ്തു. എന്ന് മാത്രമല്ല, ഇനി ഏതെങ്കിലും ഒരു പ്രതിപക്ഷ കക്ഷിയിലെ നേതാവ് പാർട്ടിയിലേക്ക് വരാൻ ചർച്ചകൾക്ക് തുനിയുമോ, തയ്യാറാകുമോ, ധൈര്യപ്പെടുമോ എന്നൊരു ചോദ്യം കൂടി ജാവദേക്കർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു ഇ.പി. ജയരാജനെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അല്ലെങ്കിൽ ആ പ്രതികരണത്തെ പിന്തുണച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. ആ പറച്ചിലും ശരിയായില്ല എന്നുള്ളതായിരുന്നു ജാവദേക്കറുടെ വിമർശനം. ശരിയായ സമീപനമായിരുന്നില്ല. പാർട്ടിയുടെ വിശ്വാസ്യത തകർക്കുന്നൊരു നടപടിയായി അത് മാറി എന്നത് അടക്കമുള്ള വിമർശനമാണ് പ്രധാനമായും ജാവദേക്കർ ഉന്നയിച്ചത്. എന്ന് മാത്രമല്ല, ദേശീയ നേതൃത്വം നടത്തുന്ന നീക്കങ്ങളെ സംസ്ഥാനത്തെ നേതാക്കൾ സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി തുറന്നു പറഞ്ഞു നടക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നുകൂടി അദ്ദേഹം യോഗത്തിൽ പറയുകയും ചെയ്തു. അത് വാർത്തയായി വരികയും ചെയ്തു. എന്നാൽ ഈ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രകാശ് ജാവദേക്കറും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അത് പാടെ നിഷേധിക്കുകയാണ്. ജാവദേക്കർ പറഞ്ഞത് താൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന വിധത്തിലാണ് ചില മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കുന്നത്. ആ വാർത്തകൾ കണ്ട് താൻ ചിരിക്കുകയാണ് ചെയ്തത്. താൻ ആരെയും ശാസിച്ചിട്ടില്ല എന്നാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത്. മറ്റൊന്ന്, ഈ യോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച പരാതിയാണ്. അതായത് ആലപ്പുഴയിൽ തന്നെ പരാജയപ്പെടുത്താൻ മുരളീധരപക്ഷ വിഭാഗം നേതാക്കൾ കാര്യമായി തന്നെ പരിശ്രമിച്ചു എന്നുള്ള ആരോപണം ഇന്നത്തെ നേതൃയോഗത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചു. കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ ആറ്റിങ്ങലും ഈ മുരളീധരപക്ഷ വിഭാഗം നേതാക്കൾ തനിക്കെതിരെ കാലുവാരൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു. റിപ്പോർട്ടർ TV പുറത്തുവിട്ട ഒരു ശബ്ദ സന്ദേശമുണ്ടായിരുന്നു. ബി.ജെ.പിയുടെ ഓഫീസ് സെക്രട്ടറി ഈ വോട്ട് അടൂർ പ്രകാശിനെ മറിച്ചു നൽകാൻ നീക്കം നടത്തി എന്ന് പറയുന്ന ഒരു ശബ്ദ സന്ദേശം. അത്തരത്തിൽ ആ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന ആൾ മുരളീധര വിഭാഗം നേതാവ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ തെളിവുകൾ ഉൾപ്പെടെ പുറത്തു വന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി മുരളീധരപക്ഷ വിഭാഗം നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു, പാർട്ടിയെ ഒറ്റുകൊടുക്കുന്നവരായ മുരളീധരപക്ഷ വിഭാഗം നേതാക്കൾ മാറി എന്നത് അടക്കമുള്ള വിമർശനമാണ് ശോഭാ സുരേന്ദ്രൻ ഇന്നത്തെ യോഗത്തിൽ ഉന്നയിച്ചത്. പിന്നീട് മണ്ഡലം തിരിച്ചുള്ള വിശകലനത്തിലേക്കും കണക്കുകളിലേക്കുമൊക്കെ നേതൃത്വം പോവുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും 4 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടി വിജയിക്കുമെന്നുള്ളതാണ് ബി.ജെ.പിയുടെ കണക്ക് കൂട്ടൽ. പക്ഷേ നേരത്തെ 5 സീറ്റുകൾ വരെ വിജയിക്കുമെന്ന് നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയുകയും ചെയ്തിരുന്നു. 2 അക്കം കടക്കുമെന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തികഞ്ഞ വിജയപ്രതീക്ഷ വയ്ക്കുകയാണ്. ഒരു അട്ടിമറി വിജയം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ എത്ര സീറ്റിൽ വിജയിക്കും, എവിടെയൊക്കെ വിജയിക്കുമെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായില്ല. 2020 എന്ന് UDF പറയുന്നു, 12 സീറ്റ് വരെ എന്ന് LDF പറയുന്നു. എന്തുകൊണ്ട് ബി.ജെ.പിക്ക് ഒരു കണക്ക് പറയാൻ സാധിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ കാത്തിരുന്ന് കാണൂ എന്നുള്ള ഒരു മറുപടി കെ സുരേന്ദ്രൻ പറയുന്നു. പക്ഷേ ജാവദേക്കർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടത്തിൽ താൻ പറഞ്ഞു കേരളത്തിൽ 5 സീറ്റ് ഉറപ്പാണ് എന്ന്. ഇപ്പോഴും അതേ നിലയിൽ തന്നെ നിൽക്കുന്നു. കേരളത്തിൽ വിജയിക്കുമെന്ന് ജാവദേക്കർ പറയുന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് അവർ തുറന്ന് പറയുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം. ഏതൊക്കെ സീറ്റുകളാണ് എന്നുള്ളത് അവർ പറയുന്നില്ല. പക്ഷേ പ്രതീക്ഷ പുലർത്തുന്നു. നേരത്തെ അവർ ആവർത്തിച്ചിരുന്നത് തിരുവനന്തപുരമുണ്ട്, തൃശ്ശൂരുണ്ട്, ആറ്റിങ്ങലുണ്ട്, പാലക്കാടുണ്ട്. അങ്ങനെയുള്ള സീറ്റുകളായിരിക്കും അവർ ഈ 5 സീറ്റുകളെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഈ അവസാനവട്ട കണക്കുകൂട്ടലുകൾ, ആഴത്തിലുള്ള വിശകലനം, അതിനുശേഷം എത്ര സീറ്റ് അത് ഏതൊക്കെ എന്നത് കൃത്യമായൊരു മറുപടി പറയാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. പക്ഷേ കണക്കുകൾ വിലയിരുത്തുമ്പോൾ നേതൃത്വത്തിൽ ഇന്ന് ഓരോ മണ്ഡലം തിരിച്ചുള്ള കണക്കുകൾ നോക്കുമ്പോൾ തിരുവനന്തപുരത്തും തൃശ്ശൂരും 4 ലക്ഷത്തിലേറെ വോട്ടുകൾ നേടുമെന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ ഒരു വിലയിരുത്തൽ.
ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി ഇറങ്ങി മത്സരിച്ച ആറ്റിങ്ങലിൽ ഏതാണ്ട് 2,60,000 വോട്ടുകൾ നേടുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. അതേസമയം തന്നെ തോൽപ്പിക്കാൻ മുരളീധരപക്ഷ വിഭാഗം ശ്രമം നടത്തിയെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുമ്പോൾ ആലപ്പുഴയിൽ ഏതാണ്ട് 3.5 ലക്ഷത്തോളം വോട്ടുകൾ അവിടെ നേടുമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. അതായത് ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി നേടുന്നതിനേക്കാൾ വോട്ടുകൾ ഒരുപക്ഷേ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയേക്കുമെന്നുള്ള പൊട്ടിത്തെറി ഉറപ്പാണ് എന്ന് ചുരുക്കം, അല്ലേ അലമീൻ? അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ആറ്റിങ്ങലും BJPക്ക് അത്ര പ്രതീക്ഷയുള്ള മണ്ഡലമൊന്നും ആയിരുന്നില്ല. കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴാണ് വലിയ ഒരു ഓളമുണ്ടായതും വലിയ വോട്ട് ഷെയർ അവിടെ വർദ്ധിച്ചതും. ആ ഒരു പ്രതീക്ഷയിലെ തേരിലേറിയാണ് വി മുരളീധരൻ ആറ്റിങ്ങൽ കണ്ണുവെച്ച് അവിടേക്ക് ഇറങ്ങിയത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ മത്സരത്തിന് വരുമ്പോൾ അവിടെയും വലിയ പ്രതീക്ഷയൊന്നും നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ശോഭ ഫീൽഡിലേക്ക് ഇറങ്ങി കളമൊന്ന് കുഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവിടെയും വലിയ പ്രതീക്ഷയായി. സ്വാഭാവികമായും ഈ വി മുരളീധരൻ പിടിക്കുന്നതിനേക്കാൾ വോട്ട് ശോഭാ സുരേന്ദ്രൻ പിടിച്ചാൽ BJPയിൽ അത് ആഘോഷമായിരിക്കില്ല, മറ്റു തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്ക് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തന്നെ വെട്ടാൻ നടക്കുന്ന, തന്നെ ഒതുക്കാൻ നടക്കുന്ന നേതാക്കൾക്കെതിരെ വോട്ട് ഷെയർ വാങ്ങിച്ച് ജനങ്ങളുടെ പിന്തുണയോടുകൂടി നടത്തുന്ന ഒരു പോരാട്ടമായിട്ട് ശോഭാ സുരേന്ദ്രൻ അതിനെ ഉയർത്തി കാണിക്കാനാകും. സ്വാഭാവികമായും അത് BJPയിലെ നമുക്ക് കാത്തിരിക്കാം. ഇനിയും കൂടുതൽ പ്രതികരണങ്ങൾ ഈ യോഗത്തിന്റെ ചൂട് പിടിച്ചുണ്ടാകും. എല്ലായിടങ്ങളിലും ഈ വോട്ട് കണക്ക് എടുത്തു വെച്ച് ഇങ്ങനെ കൂട്ടുകയാണ്. ബൂത്ത് തലത്തിൽ ഇത്ര വീതം കിട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ സംഭരിച്ച് വെച്ചിരിക്കുകയാണ്. ആക്ച്വൽ കണക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടി പൊട്ടിക്കുന്നത് വരെ ജൂൺ 4 വരെ കാത്തിരുന്നേ പറ്റൂ. മൂന്നാം ഘട്ടത്തിൽ ഇപ്പോൾ 93 മണ്ഡലങ്ങൾ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവസാന മണിക്കൂറുകളിൽ പോളിംഗ് ശതമാനം ഉയരുമോ? കഴിഞ്ഞ ആദ്യ 2 ഘട്ടങ്ങളിലും പോളിംഗ് ശതമാനത്തിൽ 3 മുതൽ 4% വരെ 2019 അപേക്ഷിച്ച് കുറവുണ്ടായിരുന്നു. ഇത്തവണ എന്താകും എന്നൊക്കെ അറിയാൻ നമ്മളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.